ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുഞ്ഞു നെറ്റ്, ഇത് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവറിൻ്റെ ടവറാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 10 മണി 4 മണി ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സീസണാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ പൂന്തോട്ടം ഡെക്കർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ടവറിന് എത്ര നീളം വേണോ അതിനനുസരിച്ച് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുക. വീതി ഒരു റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ പ്ലെയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യാനുള്ള കെട്ടുകമ്പി എടുക്കുകയാണ്. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ നമ്മൾ വിഷ്ണു ചേട്ടൻ്റെ കയ്യിലോട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ചേട്ടൻ എൻ്റെ ചട പടയുന്ന ഇതേപോലെ കെട്ടുകമ്പികൾ നമുക്ക് കെട്ടാൻ ആവശ്യത്തിന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, പക്ഷേ എന്നെക്കൊണ്ട് നടപടിയില്ല. ഞാൻ വീണ്ടും ആയുധം വെച്ച് ഒഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും വിഷ്ണു ചേട്ടൻ നമുക്ക് ആവശ്യത്തിനുള്ള കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തതിന് ശേഷം രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ കെട്ടുകമ്പി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു ടവർ അല്ലെങ്കിൽ ഒരു പില്ലർ സെറ്റപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിത് ഇതേപോലെ ഒരു ചെടിച്ചട്ടിക്കുള്ളിലോട്ട് ഇത് ഇറക്കി വെക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ നല്ല നമ്മുടെ ചെടി നടാൻ പറ്റിയ അടിപൊളി നല്ല ചെമ്മണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ നമ്മുടെ റോസാ ചെടിയൊക്കെ അങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വളരും. നല്ല അടിപൊളി മണ്ണാണ്, ചെടിയൊക്കെ നടാൻ പറ്റിയ മണ്ണാണ്. ഇപ്പം നമ്മുടെ മൂന്നാംകുറ്റിയിൽ ഇവിടെ ആണെങ്കിൽ ഭയങ്കര മണലാണ്. അപ്പോൾ അതിനെക്കാട്ടി സുഖം ചെടി നടാനും ചെടി നന്നായിട്ട് കിളിക്കാനും ഒക്കെ നല്ലത് ഈ ഒരു ചെമ്മണ്ണാണ്. അപ്പോൾ ഇവിടെ ധാരാളമായിട്ട് നമുക്ക് ചെമ്മണ്ണുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ ആ പില്ലറിന് ഉൾഭാഗവും നമ്മുടെ ചെടിച്ചട്ടിയും ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ 10 മണി തണ്ട് ശേഖരിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ പില്ലറിൻ്റെ ഇടയിൽ നമ്മൾ ആ നെറ്റ് എടുത്തതിൻ്റെ ഒരു കുഞ്ഞ് ഹോളാണ്. അപ്പോൾ അതിനുള്ളിലോട്ട് നമ്മൾ ഈ 10 മണിയുടെ തണ്ടുകൾ കൊണ്ട് നടുകയാണ്. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് അതിനോട്ടിലോട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലാതെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റുന്ന സമയത്ത് അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകും. കട്ടിയില്ലാത്ത സാധനം കൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് കയറ്റുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തത് മുട്ടുകളുള്ള 10 മണിയായിരുന്നു. അതുകൊണ്ട് നാളെ തന്നെ ഇത് വിടരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളത്തെ ലുക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നല്ല രസമായിട്ടുണ്ട്. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇത് നന്നായിട്ട് വളർന്ന് അപ്പോൾ ആ ഒരു ലുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.